ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചക്ക മുറിക്കൽ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം നമുക്ക് ചക്ക വളർന്ന് നോക്കിയപ്പോഴത്തേക്കും ചക്കയ്ക്കകത്തൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സിനോട് സോറി പറയുവാണ്, ചക്കയ്ക്കകത്തൊന്നും ഇല്ലാതെ വീഡിയോ എടുത്തതിന്. അപ്പോൾ നമ്മൾ അടുത്ത ചക്ക പറിക്കാൻ പോയി. അങ്ങനെ ചക്കയും പറിച്ചുകൊണ്ട് അടുത്ത ചക്കയുമായിട്ട് വന്നപ്പോഴത്തേക്കും അതിനകത്ത് 10-12 ചോളം അത്ര ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും കുഴപ്പമില്ല, എന്തെങ്കിലും ആയിട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ അതെല്ലാം പുളന്ന് കീറി ഇരട്ടി ജോലിയുമാക്കി ഞങ്ങളത് വെട്ടിക്കണ്ടിച്ച് 10 ചോളയോളം എടുത്ത്. ചക്കയ്ക്കകത്ത് ആകെ 10 ചോളം, 5 ചോളം വയറ്റിൽ പോയത് ദേവയുടേത്. അപ്പോൾ നമ്മൾ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചക്ക ഉണ്ടാക്കുവാണ് കേട്ടോ. ആകെപ്പാട് ഇത്രയുണ്ട്, അതെല്ലാം കൂടെ നീ തിന്ന് തീർത്താൽ ഞാൻ എങ്ങനെ ഉണ്ടാക്കും? എങ്ങനെ ഉണ്ടാക്കും പറ. എടി ഇച്ചിരിയേ ഉള്ളടി അത് തിന്നത്. ചക്ക കൊടുക്കാത്തതിന് എൻ്റെ ഇടിയിട്ട് ചക്കയും മേടിച്ച് അങ്ങനെ തിന്നുകൊണ്ട് ഞങ്ങൾ ചക്കയുടെ കൂടിയിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് പപ്പരയ്ക്ക തിരക്കി മണ്ടയ്ക്കോട്ട് പോവുകയാണ്, ടെറസിൻ്റെ മണ്ടയ്ക്ക് പോവുകയാണ്. അങ്ങനെ പപ്പരയ്ക്ക പറിക്കാൻ വേണ്ടി ഞങ്ങൾ ടെറസിൻ്റെ മണ്ടയ്ക്കെത്തി. ടെറസിൻ്റെ മണ്ടയ്ക്കെത്തി വടിയും കൊണ്ടാണ് പപ്പരയ്ക്ക പറിക്കാൻ പോയത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, കൈകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ കൈകൊണ്ട് ഒരു പപ്പരയ്ക്കയും കൂടെ പറിച്ചെടുത്ത് നമ്മൾ അടുക്കളയിലേക്ക് പോയി. പിടിച്ചു പിടിച്ചു. അങ്ങനെ പപ്പരയ്ക്കെല്ലാം വെട്ടിക്കീറി നമ്മുടെ ചക്കയുടെ കൂടിയിട്ട് വേവിച്ചു കേട്ടോ. ഇച്ചിരി ഉപ്പ് ഇട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുത്തു. അപ്പം നമ്മുടെ കക്കയിറച്ചി ഇവിടെ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ ചക്കയ്ക്കകത്ത് ഉപ്പ് വിട്ട് നമ്മുടെ അരപ്പും ചേർത്ത്, അതായത് തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി ഇതൊക്കെ ചേർത്ത് അരച്ച് വെച്ച അരപ്പും കൂടെ നമ്മൾ ചക്കയ്ക്കകത്തോട്ട് ചേർത്ത് കൊടുത്ത്, പിന്നെ നമ്മുടെ കക്കയിറച്ചി റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു റോസ്റ്റാണ് കേട്ടോ. അതായത് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ മിക്സിക്കകത്തിട്ട് അരച്ചെടുത്തിട്ട് എണ്ണ ഒഴിച്ച് നല്ല രീതിയിൽ വഴറ്റിയെടുത്ത് മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ കക്കയിറച്ചിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊരു റോസ്റ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കക്കയിറച്ചി റോസ്റ്റും നമ്മുടെ ചക്കക്കുഴയും ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇതാണ് നമ്മുടെ ചക്കക്കുഴ. ചക്ക കുറവായതുകൊണ്ടാണ് നമ്മൾ പപ്പരയ്ക്ക് ഇട്ടത്, ഇല്ലെങ്കിൽ പപ്പരയ്ക്ക് ഇടത്തില്ലായിരുന്നു, ചക്ക കുറവായിരുന്നു. അപ്പോൾ നമ്മുടെ ചക്കക്കുഴയും നമ്മുടെ കക്കയിറച്ചി റോസ്റ്റാണിത് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ റോസ്റ്റാണ്. അങ്ങനെ കക്കയിറച്ചി റോസ്റ്റ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ട് കുരുമുളക് ലാസ്റ്റ് നമ്മൾ ഇച്ചിരി കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കക്കയിറച്ചിക്ക്. കൊള്ളാവോ? അടിപൊളിയാണോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.